വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ സ്ത്രീ പുരുഷ വേഷവിധാനത്തിലുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലം ഈശ്വര ചൈതന്യം ഭക്തനിൽ സന്നിവേശിപ്പിക്കലാണ്. നടയ്ക്ക് മുന്നിൽ ദേവന് സമാന്തരമായി തൊഴുതു നിൽക്കുന്ന ഭക്തനിലേക്ക് ഭഗവാന്റെ ചൈതന്യം വന്നു നിറയുന്നു. ദേവൻ്റെ മൂലാധാരം തുടങ്ങി ഷഡാനങ്ങൾ ഓരോന്നിലും ഓരോ ഭക്തനിലേക്ക് വന്നു നിറയുമ്പോൾ ഭക്തൻ്റെ അതാത് ഭാഗങ്ങൾ ഉത്തേജിതമാകും. പൊക്കിളിനു താഴെയുള്ള ശരീരഭാഗം ആച്ഛാദിതമായിരിക്കാത്ത പക്ഷം ഭക്തനിൽ സാമൂഹ്യ വിരുദ്ധത പ്രവണത വളരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ലൈംഗിക പ്രവണതയെ ഉത്തേജിപ്പിക്കാനല്ല, നിയന്ത്രിച്ചു നിർത്താനാണ് ക്ഷേത്രദർശനം. അതുതന്നെ പ്രസാദധാരണം കൊണ്ടുമുള്ള ഫലവും. ഭസ്മചന്ദനാദി ലേപനങ്ങൾ പൊക്കിളിനു താഴെ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നിഷിദ്ധമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഴുത്തിന് താഴെയുള്ള ഭാഗം മുഴുവൻ ആച്ഛാദനം ചെയ്യേണ്ടതാണ്. സ്ത്രീകൾ ഭസ്മചന്ദനാദി ലേപനങ്ങൾ നെഞ്ചിലല്ല, കണ്ടത്തിലാണ് ചെയ്യുന്നത്. സ്ത്രീകൾ മനോനിയന്ത്രണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയായി വേണം ഈ വ്യവസ്ഥയെ കാണാൻ. ക്ഷേത്രദർശനം നടത്തുമ്പോൾ ലഭിക്കുന്ന പുഷ്പാഞ്ജലി പ്രസാദം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് മുഖ്യമായും നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.